രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ. വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ ചർച്ച തുടരുകയാണ്. യാഗരക്ഷ കഴിഞ്ഞ ഏതാനും ദിവസം സിദ്ധാശ്രമത്തിൽ പാർത്ത് രാമലക്ഷ്മണന്മാർക്ക് ഇതിഹാസ പുരാണ കഥകൾ വിശ്വാമിത്രൻ പറഞ്ഞുകൊടുത്തതിന് ശേഷം അവരെയും കൂട്ടി മിഥിലയിലേക്ക് പുറപ്പെടുകയാണ്. സുദീർഘമാണ് ആ യാത്ര. കാടുകളും നദികളും ഗ്രാമങ്ങളും എല്ലാം കടന്ന് അവര് വളരെ മനോഹരമായിരിക്കുന്ന അത്ഭുതകരമായ സൗന്ദര്യത്തെ വഹിക്കുന്ന ഒരു കാനനദേശത്തിൽ എത്തിച്ചേർന്നു. ആ കാനനം എന്തുകൊണ്ടാണ് ഇത്രയേറെ രമണീയമായിരിക്കുന്നത് എന്ന രാമന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഗൗതമ ഋഷിയുടെയും അഹല്യയുടെയും കഥ വിശ്വാമിത്രൻ ബാലകന്മാരെ കേൾപ്പിക്കുന്നത്. ഗൗതമ ഋഷിയുടെ ആശ്രമമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ തപോബലത്താൽ ആ പ്രകൃതി മുഴുവൻ ആ പ്രകാരത്തില് പ്രകാശിക്കുന്നതായി ചമഞ്ഞിരിക്കുന്നു. എങ്ങും നിറഞ്ഞു നിൽക്കുന്നതായ ദിവ്യമായ അന്തരീക്ഷം. തുടർന്ന് അദ്ദേഹം ആ ആശ്രമത്തിലെ അപ്പോഴത്തെ സാഹചര്യവും പറഞ്ഞു. അഹല്യയെയും ഗൗതമ ഋഷിയെയും ഇന്ദ്രൻ ചതിച്ചതും അതിന്റെ ഫലമായിട്ട് ഗൗതമനിൽ നിന്നിട്ട് ഇന്ദ്രന് ശാപം കൈവന്നതും അതോടൊപ്പം അഹല്യയ്ക്ക് ശാപം വന്നതും എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. അദ്ദേഹം രാമനെ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. തഥാശപ്ത്വാച വൈശക്രം ഭാര്യാമവിച ശപ്തവാൻ. ശക്രനെ, ദേവേന്ദ്രന് ഇങ്ങനെ തന്റെ പത്നിയായിരിക്കുന്ന അഹല്യയെ അബദ്ധത്തിലേക്ക് കൊണ്ടുപോയ ആ ദേവേന്ദ്രനെ മഹർഷി ശപിച്ചു എന്ന് മാത്രമല്ല, ഭാര്യയെയും അദ്ദേഹം ശപിച്ചു. ശാപം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു മുന്നറിയിപ്പാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ മുന്നറിയിപ്പ്. നമ്മുടെ എല്ലാം കർമ്മങ്ങൾ, അത് ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, ആ കർമ്മങ്ങൾ അതിൻ്റെതായ ഫലത്തെ നമുക്ക് നൽകും. നല്ല കർമ്മങ്ങൾക്ക് നല്ല ഫലവും ചീത്ത കർമ്മങ്ങൾക്ക് ചീത്ത ഫലവും ഒക്കെ വന്നു ചേരും. അങ്ങനെ തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഏത് പ്രകാരത്തിലുള്ള തിരിച്ചടിയാണ് ഉളവാക്കുന്നത് എന്ന മുന്നറിയിപ്പ്. അതാണ് ത്രികാലജ്ഞരായിരിക്കുന്ന ഋഷിമാരുടെ ശാപവചസ്സുകളായിട്ട് ഇതിഹാസ പുരാണങ്ങൾ നമ്മെ കേൾപ്പിക്കുന്നത്. ഇന്ദ്രൻ ചെയ്ത തെറ്റിന്റെ ഫലം ഇന്ദ്രന് വന്നു ചേരുന്നത് ഏത് പ്രകാരത്തിലാണ് എന്ന് ഗൗതമൻ പറഞ്ഞു. അതേപോലെ വഞ്ചിതയായിട്ടാണെങ്കിലും അതിൽ വീണുപോയ അഹല്യയുടെ ആ കർമ്മത്തിന്റെ ഫലം അതും അദ്ദേഹം പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അതോടൊപ്പം അതിൽ നിന്ന് മോചിക്കാനുള്ളതായ മാർഗവും അഹല്യയ്ക്ക് അദ്ദേഹം ഉപദേശിച്ചു. അഹല്യ ഇന്ദ്രനാൽ വഞ്ചിക്കപ്പെട്ടവളാണ്. തന്മൂലം തപസ്സിന്റെ ഉയർന്ന തലങ്ങളിൽ നിന്ന് അഹല്യ താഴേക്ക് പതിച്ചു. അഹല്യയെ അങ്ങനെ ഉപേക്ഷിക്കുക പാടില്ല. ഈ ലോകത്തിൽ ആരെയും വിപത്തിൽ ഉപേക്ഷിക്കുന്നത് ഋഷിമാരുടെ സമ്പ്രദായമല്ല. തന്റെ തന്നെ തെറ്റുകൾ കൊണ്ട്
അധർമ്മത്തിൽ വീണുപോകുന്ന ആളുകളെ ആ അധർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടുന്നത് ഋഷിമാർ ചെയ്യും. വിശേഷിച്ചും തെറ്റ് തിരിച്ചറിയുന്നയാള് അതിൽ നിന്ന് മോചനം വേണം എന്ന് ഋഷിമാരോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് മാർഗം കാട്ടിക്കൊടുക്കുകയും ചെയ്യും. അഹല്യയുടെ തെറ്റിന്റെ ഫലം എന്താണ് എന്ന് പറഞ്ഞ ശേഷം മോചനത്തിലുള്ള മാർഗവും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗൗതമ ഋഷി. അഹല്യ ഇനി ഏറെക്കാലം 1000 ആണ്ടുകള് ആ ആശ്രമത്തിൽ വസിക്കേണ്ടി വരും. എങ്ങനെ? വാതഭക്ഷ നിരാഹാര തപ്യന്തി ഭസ്മശായിനി. വായു ഭക്ഷിക്കുന്നവളായിട്ട്, മനുഷ്യൻ കഴിക്കുന്ന ആഹാരമൊന്നും കഴിക്കാനാവില്ല. വായു ഭക്ഷിക്കുന്നവളായിട്ട് അങ്ങേയറ്റത്തെ കഠിനമായ വ്രതചര്യയുടെ ഉത്തുംഗ സോപാനത്തിലെത്തിയ ആളുകൾക്ക് മാത്രം കഴിയുന്നതാണ് വാതം ഭക്ഷിച്ചുകൊണ്ട്, കാറ്റ് ഭക്ഷിച്ചുകൊണ്ട് അങ്ങനെ കഠിനമായ തപസ് ചെയ്യുക എന്നുള്ളത്. അഹല്യ അങ്ങനെ തന്നെ വേണം. സാധാരണ മനുഷ്യർ ചെയ്യുന്നതായ ഭക്ഷണം, ജലപാനം ഇത്യാദികളൊക്കെ ഉപേക്ഷിച്ച് വായുവിനെ ഭക്ഷിക്കുന്നവളായി, ആഹാരം തെല്ലും കഴിക്കാത്തവളായി, കഠിനമായ തപസ് ചെയ്യുന്നവളായി, തനിക്ക് പറ്റിപ്പോയതായ ആ പതനത്തിന്റെ ആ അഗാധ തലങ്ങളിൽ നിന്ന് വീണ്ടും ഉയരണം മുകളിലേക്ക്. എങ്ങനെയാണോ നമ്മുടെ മൂലാധാര ചക്രത്തിൽ നിന്നിട്ട് കുണ്ടലിനി ഉണർന്ന് ആധാരചക്രങ്ങൾ ഒന്നൊന്നായി കടന്ന് മുകളിലേക്ക് വരുന്ന അതേ പ്രകാരത്തിൽ ആ ജീവാത്മാവും ആ പാപത്തിൽ നിന്നിട്ട് വിമുക്തി നേടണം. അതാണ് ഇങ്ങനെ കഠിനമായ തപസ് ചെയ്യണം. ശയിക്കുന്നത് ഭസ്മത്തില്, ചാരത്തില്. അങ്ങനെ ഭസ്മശായിനി. ഇനി അങ്ങനെയുള്ള അഹല്യ, ഇത്ര കഠിനമായ തപസ് ചെയ്യുന്ന അഹല്യ, അവിടെ ആ ആശ്രമത്തിൽ വസിക്കുമ്പോഴേക്കും മറ്റാർക്കെങ്കിലും അഹല്യയെ കാണാൻ പറ്റുമോ? ഇല്ല. ഇന്ദ്രന്റെ കണ്ണുകൾക്ക് അഹല്യയെ കാണാൻ പറ്റിയത് കൊണ്ടാണ് ഈ പ്രകാരത്തിലുള്ള ദുഷ്ടചിന്ത ഇന്ദ്രന്റെ ഹൃദയത്തിൽ ഉദിച്ചതും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അഹല്യയെ ഇനി ഈ ശാപത്തിൽ നിന്നിട്ട്, ഈ ദുരവസ്ഥയിൽ നിന്നിട്ട് മോചനം ലഭിക്കുന്നവരെ ഈ ലോകത്തിൽ ആർക്കും കാണാനാവില്ല. അദൃശ്യ സർവഭൂതാനം, എല്ലാ ഭൂതങ്ങൾക്കും. ഭൂതമെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ള വസ്തുക്കൾ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കൾ, അതിനാണ് ഭൂതമെന്ന് സംസ്കൃതത്തിൽ പറയാ. നമ്മുടെ മലയാള ഭാഷയിലേക്ക് നമ്മൾ സംസ്കൃത പദങ്ങൾ ധാരാളമായിട്ട് കൈക്കൊണ്ടു. പക്ഷേ പലപ്പോഴും പല പദങ്ങൾ ഉപയോഗിക്കുന്നത് സംസ്കൃതത്തിൽ പ്രസിദ്ധമായിട്ടുള്ള അർത്ഥങ്ങളിൽ നിന്ന് വേറിട്ട് മറ്റർത്ഥങ്ങളിലാണ്. അതുകൊണ്ട് ഭൂതശബ്ദത്തിന് നമ്മെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന ഏതോ ഒരു ഭയങ്കര സത്വം എന്നൊരു അർത്ഥം അതിന് വന്നുപെട്ടു. ഭൂതമെന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ള വസ്തു, ജീവനുള്ളവയും ജീവനില്ലാത്തവയും ഒക്കെ അതിൽ പെടും. ജീവനുള്ളതായ ഭൂതങ്ങൾ, ജീവജാലങ്ങൾ, മനുഷ്യരുൾപ്പെടെയുള്ളവ, അവയ്ക്ക് ഒന്നിനും അഹല്യയെ കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ സൂക്ഷ്മ ലോകങ്ങളിൽ വസിക്കുന്ന യക്ഷ, കിന്നര, ഗന്ധർവ, അപ്സര, സിദ്ധ, ചാരണാദികൾക്കും ദേവന്മാർക്കും ആർക്കും അഹല്യയെ കാണാൻ കഴിയില്ല. അങ്ങനെ അദൃശ്യ സർവഭൂതാനാം ആശ്രമേസ്മിൻ വസിഷ്യസി. അല്ലയോ അഹല്യേ, നീ ഈ ആശ്രമത്തില് നീ വസിക്കണം. ഗൗതമൻ ആ ആശ്രമം വിട്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴാ പറയുന്നത്, നീ ഈ ആശ്രമത്തിൽ വസിക്കണം. എത്ര കാലം വസിക്കണം? യഥാത്വേതദ് വനം ഘോരം രാമോ ദശരഥാത്മജ ആഗമിഷ്യതി ദുർധർഷ തഥാ ഭൂതാ ഭവിഷ്യസി. നീ സകല പാപങ്ങളും നീങ്ങി പുണ്യമയ്യായി തീരുന്നവരോട് വസിക്കണം. എപ്പോഴാണ് പാപങ്ങൾ നീങ്ങുക? എപ്പോഴാണ് പവിത്രയായി തീരുക? എപ്പോഴാണോ ദശരഥ പുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ഈ ഘോരമായിരിക്കുന്ന കാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ കാനന യാത്രക്കിടയ്ക്ക് ഇവിടെ എത്തിയിട്ട് അദ്ദേഹം ഈ ആശ്രമത്തിനുള്ളിലേക്ക് വരുന്നത്. അതുവരെ നീ ഇവിടെ വസിക്കണം. രാമദർശനത്താൽ നിനക്ക് സകല പാപങ്ങളും അകന്ന് നീ വീണ്ടും
ഔന്നത്യങ്ങളിൽ എത്തിച്ചേരും.